Hi students, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സീക്വൻസിങ് പ്രോബ്ലത്തിലെ മെത്തേഡ് 2 ആണ്. മെത്തേഡ് 1 ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്. മെത്തേഡ് 2 സീക്വൻസിങ് പ്രോബ്ലത്തിൽ ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയർ എന്ന് പറയുന്നത് ജോൺസൺസ് പ്രൊസീജിയർ ആണ്. മെത്തേഡ് 2 എന്ന് പറഞ്ഞാൽ ഇവിടെ n ജോബ്സ് ഉണ്ട്, 3 മിഷൻസ് ഉണ്ട്. മെത്തേഡ് 1ൽ n ജോബ്സ് വിത്ത് 2 മിഷൻസ് ആണെങ്കിൽ ഇവിടെ 3 മിഷൻസ് ഉണ്ട്. അപ്പം ഈ കേസസിൽ എങ്ങനെ നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ ഓപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടും എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് 5 ഡിഫറെൻറ്റ് ജോബ്സ് ഉണ്ട്, 3 മിഷൻസ് ഉണ്ട്, അതിൻ്റെ വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യേണ്ട വാല്യൂസ് എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ മിനിമം ടോട്ടൽ എലാപ്സ്ഡ് ടൈം എന്നുള്ളത്, ആൻഡ് ഓൾസോ വാട്ട് ഈസ് ഐഡിയൽ ടൈം ഓഫ് മിഷൻ എ, മിഷൻ ബി ആൻഡ് മിഷൻ സി. ഇവിടെ നമുക്കറിയാം ഈ വാല്യൂസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസ് ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ അതിലോട്ട് തന്നെ ആദ്യം പോകാം, എങ്ങനെ ഓപ്റ്റിമൽ സീക്വൻസ് ഐഡൻറ്റിഫൈ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഓപ്റ്റിമൽ സീക്വൻസ് നമ്മൾ മെത്തേഡ് 1ൽ നമ്മൾ 2 മിഷൻസ് ആണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് പഠിച്ചു. ഇവിടെയും നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് മെത്തേഡ് 2 തന്നെയാണ്. പക്ഷേങ്കിൽ ഇവിടെ 3 മിഷൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ ഫസ്റ്റ് ഇതിനെ നമ്മൾ മെത്തേഡ് 2വിലോട്ട്, അതായത് 2 മിഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പറയുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് here we have different a values, different b values, different c values. The condition for conversion is that the minimum of the value ai should be greater than or equal to maximum of the value bi, or the minimum of value ci is greater than or equal to maximum of ബി ഐ എ എന്നൊക്കെ പറയുന്നത് എയുടെയും ബിയുടെയൊക്കെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. ഇതിലേതെങ്കിലും ഒരു കണ്ടീഷനോ അല്ലെങ്കിൽ 2 കണ്ടീഷനോ സാറ്റിസ്ഫൈ ചെയ്യുവാണെങ്കിൽ നമുക്കിതിനെ 2 മിഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 2 സ്റ്റെപ്സിലോട്ട് മെത്തേഡ് 2ലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നോക്കാം എങ്ങനെ വരും എന്നുള്ളത്. ഇതാണ് മിഷൻ എയുടെ ഡിഫറെൻറ്റ് വാല്യൂ. ഇവിടുത്തെ മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കാം. എ ഐയിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഏതാണ്? 5 ആണ്. അപ്പോൾ 5. ഇനി മിഷൻ ബി അല്ലെങ്കിൽ ബി ഐയുടെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ 5. ഇതെന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഈക്വൽ ആണ്. ഈക്വൽ ആയതുകൊണ്ട് ഇതെന്താണ്? കണ്ടീഷൻ സാറ്റിസ്ഫൈ പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നാണ്. ഇവിടെ ഈക്വൽ ആയതുകൊണ്ട് ഈ കണ്ടീഷൻ ട്രൂ ആണ്. ദാറ്റ് മീൻസ് ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇതിനെ എന്താക്കി മാറ്റാം? മെത്തേഡ് 2ൽ ചെയ്തതുപോലെ തന്നെ 2 മിഷൻസിലോട്ട് വരുന്ന രീതിയിൽ കൊണ്ടുവരാനായിട്ട് പറ്റും. അവിടുത്തെ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ 2 വാല്യൂസ് എടുക്കുകയാണ്, ജി വാല്യൂസ് ആൻഡ് എച്ച് വാല്യൂസ് എന്നുള്ളത്. ജി എന്ന് പറഞ്ഞാൽ ദ സം ഓഫ് എ ആൻഡ് ബി ഐ വാല്യൂസ്, ദാറ്റ് ഈസ് ജി മീൻസ് എ പ്ലസ് ബി ആൻഡ് എച്ച് മീൻസ് ബി പ്ലസ് സി. അപ്പം ഇവിടെ നമുക്ക് 2 വാല്യൂസ് കിട്ടുവാണ്. എ പ്ലസ് ബി ചെയ്ത ഒരു ജി എന്നുള്ള വാല്യൂ, ബി പ്ലസ് സി എന്ന് പറയുന്നത് എച്ച് എന്ന് പറയുന്ന ഒരു വാല്യൂ. ആ വാല്യൂസിൽ നിന്നുകൊണ്ട് നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ ഗിവൺ ഡേറ്റയിൽ നിന്ന് നമ്മൾ 2 വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്, ജിയും എച്ചും. ഓൾറെഡി പറഞ്ഞതാണ്, ജി എന്ന് പറഞ്ഞാൽ എ പ്ലസ് ബി, എച്ച് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് സി. ഇനി ഇത് ഈ വാല്യൂസിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്തിട്ടു. എ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ 5 + 2 7, 7 + 1 8. അങ്ങനെ ജി എന്ന് പറയുന്നതിൻ്റെ വാല്യൂസ് കിട്ടി. അതുപോലെ തന്നെ എച്ച് എന്ന് പറയുമ്പോൾ 3 + 2 7 + 1 5 + 4 അങ്ങനെ രീതിയിൽ നമുക്ക് എച്ചിൻ്റെ വാല്യൂസും കിട്ടി. ഇപ്പോൾ നോക്കിക്കേ, മെത്തേഡ് 2വിൽ നമ്മൾ പഠിച്ചതുപോലെ 2 മിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡേറ്റയാണ് നമ്മുടെ കയ്യിലോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓപ്റ്റിമൽ സീക്വൻസ് നമ്മൾ അവിടെ പഠിച്ച അതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസിങ് ജോബ്സ് ആണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? നമുക്കുള്ളതിൽ ഏറ്റവും മിനിമം വാല്യൂ ഏതാണെന്ന് നോക്കുക. മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടുത്തെ മിനിമം വാല്യൂ 5 ആണ്. 5 കറസ്പോണ്ടിങ് ആർക്കാണ്? എച്ചിനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 5 കറസ്പോണ്ടിങ് എച്ച് എന്ന് പറയുമ്പോൾ, എച്ച് എന്ന് പറയുന്നത് റൈറ്റിൽ നിന്നാണ്, അതായത് സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് എഴുതി വരണം, ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് എഴുതി പോകണം. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് ആരാണ്? എച്ച്, ദാറ്റ് ഈസ് കറസ്പോണ്ടിങ് ടു ജോബ് 1 ആണ്. അപ്പോൾ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1. അപ്പോൾ ഈ വാല്യൂ ആയി. ഇനി അടുത്തതിലെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 8 ആണ് കിടക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫറെൻറ്റ് 8 ഉണ്ട്. അപ്പോൾ ഇതിൽ ഏത് 8 ചൂസ് ചെയ്യുന്നൊരു കൺഫ്യൂഷൻ വരുമ്പോൾ നമ്മൾ രണ്ടും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഇവിടെ 8ഉം ആണ് വരുന്നത്, ഇവിടെ 8ഉം 10ഉം ആണ് വരേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഇതിൻ്റെ സം മിനിമം വരുന്നതെന്ന് നോക്കിയാൽ മതി. നമുക്ക് വേണ്ടത് മിനിമം ആണല്ലോ. ഇവിടെ 8 + 8 എന്ന് പറയുന്നത് 16 ആണ്. ഇവിടെ 8 + 10 എന്ന് പറയുമ്പം 18 ആണ്. അപ്പോൾ മിനിമം ആർക്കാണ് വരുന്നത്? ഇവിടുത്തെ 18 അല്ലേ വരുന്നത്. അപ്പോൾ ഈ വാല്യൂ ഐദർ യു ക്യാൻ ചൂസ് ജി ഓർ സെക്കൻഡ് ജോബ് ഓർ
ഫിഫ്ത്ത് ജോബ്. ഇവിടെ മിനിമം സെക്കൻഡ് ജോബിനായതുകൊണ്ട് നമുക്ക് ഇവിടെ എടുക്കേണ്ടത് ജോബ് 2. ഇനി അപ്പോൾ അങ്ങനെ ജോബ് 2 എടുത്തു, 1 എടുത്തു, 2 എടുത്തു. അടുത്ത 8 എന്ന് പറയുന്നത് ആർക്കാണ്? ജോബ് 5 ആണ്, കറസ്പോണ്ടിങ് ടു ജി ആണ്. അപ്പോൾ അവിടെ വരുമ്പോഴത്തേനും ഫിഫ്ത്ത് ജോബ്. അങ്ങനെ ഫിഫ്ത്ത് ജോബും എടുത്തു. ഇനി വരുന്ന ഇതെന്ന് പറയുന്നത് 3ഉം 4ഉം ആണ്. ഇനി നോക്കുക ഇതിലെ മിനിമം ആരാണെന്ന്. ഇതിൻ്റെ മിനിമം എന്ന് പറയുന്നത് ആരാണ്? 9 ആണ്. 9 കറസ്പോണ്ടിങ് ടു സെക്കൻഡ് മിഷൻ ആണ് വരുന്നത്, സെക്കൻഡ് വാല്യൂവിനാണ്. അതുകൊണ്ട് തന്നെ ഏതാണ്? തേർഡ് ജോബ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡിൽ എഴുതണം. അപ്പോൾ തേർഡ് എന്ന് പറയുന്നത്, ഇനി നമുക്ക് ഒരു വാല്യൂം കൂടെ ഉള്ളൂ, ബാലൻസ് 4. അപ്പോൾ 4 ആണ് മിഡിലിൽ വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ വാട്ട് ഈസ് ഓപ്റ്റിമൽ സീക്വൻസ് എന്ന് പറയുന്നത് എന്ത് വരും? ഓപ്റ്റിമൽ സീക്വൻസ് എന്ന് പറയുന്നത് 2 to 5, 5 to 4, 4 to 3, 3 to 1. ഇതാണ് നമ്മുടെ ഓപ്റ്റിമൽ സീക്വൻസ് ഫോർ ദ ജോബ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഓരോ ജോബും ഇതേ ഓർഡറിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് മിനിമം ടൈമിനുള്ളിൽ നമുക്ക് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ കാൽക്കുലേഷൻ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൻ്റെ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്റ്റിമൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ഓക്കെ, നമ്മുടെ ഓപ്റ്റിമൽ സീക്വൻസ് കിട്ടി. ഇനി നമ്മുടെ വാല്യൂസിലോട്ട് പോകാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നമ്മൾ സീക്വൻസിങ്ങിൻ്റെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിളിൻ്റെ പാറ്റേൺ എന്ന് പറയുന്നത് ജോബ് എന്ന് പറയുമ്പോൾ ഓപ്റ്റിമൽ സീക്വൻസ് ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ 3 മിഷൻസ് ഉള്ളതുകൊണ്ട് ഓരോ മിഷൻ്റെയും ടൈമിനും ടൈം ഔട്ടും വാല്യൂസ് എഴുതണം. കാൽക്കുലേഷൻ എന്ന് പറയുന്നത് മെത്തേഡ് 2-ൽ, മെത്തേഡ് 1-ൽ അതേ പ്രൊസീജിയർ തന്നെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാണല്ലോ നമ്മുടെ ഓപ്റ്റിമൽ സീക്വൻസ്. അപ്പോൾ സ്റ്റാർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 0-യിലാണ് തുടങ്ങുക. മിഷൻ എയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0. ഇനി മിഷൻ എയുടെ സെക്കൻഡ് ജോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? സെക്കൻഡ് ആണല്ലോ വരുന്നത് ജോബ്. സെക്കൻഡ് ജോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 0യുടെ കൂടെ 7 ആഡ് ചെയ്യുമ്പോൾ 7. ഇനി ഈ വാല്യൂ ആണ് അടുത്തതിൻ്റെ ടൈം ഇൻ ആയിട്ട് വരുന്നത്. ദാറ്റ് വിൽ ബി 7. ഇനി ഫിഫ്ത്ത് മിഷൻ എയുടെ ഫിഫ്ത്ത് ജോബിൽ വരുന്നത് എത്രയാണ് വാല്യൂ? 5. അപ്പോൾ അടുത്ത വാല്യൂ എത്ര കിട്ടും? 7 + 5 എന്ന് പറയുന്നത് 12. ഓക്കെ, നെക്സ്റ്റ് ടൈം ഇന്നെന്ന് പറയുന്നത് 12 ആണ്. 12 ഫോർത്ത് മിഷൻ എയുടെ ഫോർത്ത് ജോബിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് 9 ആണ്. അപ്പോൾ 12ൻ്റെ കൂടെ 9 ആഡ് ചെയ്യുമ്പോഴത്തേനും വരുന്നത് 21. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിൽ 21 തേർഡ് ജോബാണ് വരുന്നത്. തേർഡ് ജോബ് എന്ന് പറയുമ്പോൾ 6. 21 + 6 എന്ന് പറയുമ്പോൾ 27. നെക്സ്റ്റ് വൺ 27 ഫസ്റ്റ് ജോബിൽ എന്ന് പറയുന്നത് 5 ആണ് വരുന്നത്. 27 + 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 32. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് മിഷൻ എയുടെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ മിഷൻ ബിയിലോട്ട് പോവുകയാണ്. മിഷൻ ബിയിലോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ വാല്യൂ ഫസ്റ്റ് ടൈം ഇൻ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ തന്നെയായിരിക്കും എടുക്കുന്നത്. ദാറ്റ് വിൽ ബി 7. ഇനി ഇത് സെയിം പാറ്റേണിൽ ആഡ് ചെയ്ത് പോവുക. മിഷൻ ബിയുടെ സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3. സെക്കൻഡ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 7ൻ്റെ കൂടെ ഈ 1ഉം കൂടെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 7 + 1 ദാറ്റ് ഈസ് 8. ഓക്കെ, ഇനി അടുത്തത് നോക്കണം. അടുത്ത ടൈം ഇൻ വാല്യൂ ഒന്നെങ്കിൽ ഇതാവാം അല്ലെങ്കിൽ ഇതാകാം. അപ്പോൾ നമ്മൾ നോക്കണം ഏതാണ് ഇതിൽ മാക്സിമം വരുന്നതെന്ന് നോക്കുക. മാക്സിമം 8 ആണോ 12 ആണോ? മാക്സിമം 12 ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, ഇനി 12ൻ്റെ കൂടെ മിഷൻ ബിയുടെ ഫിഫ്ത്ത് ജോബിൻ്റെ വാല്യൂ ആഡ് ചെയ്യുക. ഫിഫ്ത്ത് ജോബ് എന്ന് പറയുമ്പോൾ 3 ആണ്. 12ൻ്റെ കൂടെ 3 ആഡ് ചെയ്യുമ്പോൾ 15. നെക്സ്റ്റ് 15 ആണോ 21 ആണോ മാക്സിമം എന്ന് നോക്കുന്നത്? 21 ആണ് മാക്സിമം എന്ന് പറയാം. ഇപ്പോൾ ഇനി അടുത്ത വാല്യൂ ആഡ് ചെയ്യുക. മിഷൻ ബിയുടെ ഫോർത്ത് ജോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. 21ൻ്റെ കൂടെ 5 ആഡ് ചെയ്യുമ്പോൾ 26. ഓക്കെ, നെക്സ്റ്റ് മാക്സിമം എന്ന് പറയുന്നത് 26ഉം 27ഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 27 ആണ്. ഇനി നമുക്ക് 27 എടുക്കാം. 27ൻ്റെ കൂടെ മിഷൻ ബിയുടെ തേർഡിൻ്റെ വാല്യൂ എത്രയാണ്? 4 ആണ്. 4 ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 31. ഇനി അതിൽ രണ്ടിൻ്റെ മാക്സിമം എന്ന് പറയുന്നത് 32 ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? 32ൻ്റെ കൂടെ മിഷൻ ബിയുടെ ഫസ്റ്റിൻ്റെ വാല്യൂ 2 ആഡ് ചെയ്യുക. 2 എന്ന് പറയുന്ന വാല്യൂ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് 34. സെയിം പാറ്റേൺ. ഇനി നമ്മൾ എന്തിലോട്ട് പോവുക? മിഷൻ സിയിലോട്ട് പോവുക. മിഷൻ സിയിലും ഇതുപോലെ തന്നെയാണ്. ടൈം ഇൻ വാല്യൂ എന്ന് പറയുന്നത് ഈ വാല്യൂ വരും. ദാറ്റ് വിൽ ബി 8. ഇനി നമുക്ക് ടൈം ഔട്ട് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറയുന്നത്
ജോബ് 2-ലാണ്. ജോബ് 2-ൽ മിഷൻ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 7 + 8 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 15. ഓക്കെ, ഇനി ഇതിൽ മാക്സിമം നോക്കേണ്ട കാര്യമില്ല, രണ്ട് വാല്യൂ സെയിം ആണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 15 എടുക്കാം, രണ്ട് സെയിം ആണല്ലോ. ഇനി 15ൻ്റെ കൂടെ 5th ജോബിൽ മിഷൻ സിയുടെ വാല്യൂ ആഡ് ചെയ്യുക. 5th ജോബിൽ മിഷൻ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ 15 + 7 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 22. ഇനി മാക്സിമം നോക്കുക, 22ഉം 26ഉം വെച്ച് മാക്സിമം എന്ന് പറയുന്നത് 26 ആണ്. 26ൻ്റെ കൂടെ നമുക്ക് 4th മിഷൻ സിയുടെ 4th വാല്യൂ ആഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. അപ്പോൾ എത്ര കിട്ടും? 32. നെക്സ്റ്റ് മാക്സിമം എന്ന് പറയുന്നത് 32 ആണ്. 32ൻ്റെ കൂടെ നമ്മുടെ കറസ്പോണ്ടിങ് വാല്യൂ ആഡ് ചെയ്യാം. 32 മിഷൻ സിയുടെ 3rd ജോബിൻ്റെ വാല്യൂ 5 ആണ്. എത്ര വരും? 37. ഇനി 37ഉം 34ഉം ആയിട്ടുള്ള മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 37 ആണ്. ഇനി 37ൻ്റെ കൂടെ മിഷൻ സിയുടെ ഫസ്റ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 3 ആഡ് ചെയ്യുക. 37 + 3 എന്ന് പറയുന്നത് 40. മനസ്സിലായല്ലോ? അപ്പോൾ ഈസിയാണ് നമ്മുടെ കാൽക്കുലേഷൻ എന്ന് പറയാം. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പെട്ടെന്ന് കിട്ടും. ഇതിൽ ടോട്ടൽ ഇലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ മിഷൻ്റെ ഫൈനലായിട്ട് വരുന്ന ടൈം ഔട്ട് വാല്യൂ ആയിരിക്കും ടോട്ടൽ ഇലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത്. ഇവിടുത്തെ ടോട്ടൽ ഇലാപ്സ്ഡ് ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 40. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 40 hours. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഐഡിയൽ ടൈം ഓഫ് മിഷൻ എ. ഐഡിയൽ ടൈം ഓഫ് മിഷൻ എ എന്ന് കിട്ടാനായിട്ട് ടോട്ടൽ എലാപ്സ്ഡ് ടൈമിൽ നിന്ന് മിഷൻ എയുടെ സമ്മ് സബ്ട്രാക്ട് ചെയ്യുക. മിഷൻ എയുടെ സമ്മ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 32 ആണ്. അപ്പോൾ 40 - 32 എത്ര വരും? 8 hours. ഓക്കെ, ഇനി അതുപോലെ തന്നെയാണ് ഐഡിയൽ ടൈം ഓഫ് മിഷൻ ബി എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? ഹിയർ ഓൾസോ 40 - മിഷൻ ബിയുടെ വാല്യൂസിൻ്റെ സമ്മ് എത്രയാണ്? 15. That is equal to 35 hours. Sorry, 25 hours. അതാണ് മിഷൻ ബിയുടെ ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ഇനി അടുത്തത് മിഷൻ സിയുടെ ഐഡിയൽ ടൈം കണ്ടുപിടിക്കാനായിട്ട് അതുപോലെ തന്നെ എത്ര കിട്ടും? 40 - 28 എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി 12 hours. മനസ്സിലായല്ലോ? അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാം? ഓപ്റ്റിമൽ സീക്വൻസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ഓപ്റ്റിമൽ സീക്വൻസിൽ നിന്ന് നമ്മുടെ മെത്തേഡ് 1-ലെ പോലെ തന്നെ നമ്മൾ ടേബിൾ വാല്യൂസ് ടൈം ഇന്നും ടൈം ഔട്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ടൈം ഇന്നും ടൈം ഔട്ടും ക്ലിയർ ആണെങ്കിൽ, അത് കറക്റ്റ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് വാല്യൂസ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതാണ് ജോൺസൺസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മെത്തേഡ് 2 n ജോബ്സ് ത്രൂ 3 മിഷൻസ് ആണ്. അത് 4 മിഷൻസ് ആകാം, 5 മിഷൻസ് ആകാം, m മിഷൻസ് ആകാം. ഏതിൻ്റെ ആണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.